എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാനും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടിക്കോളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മുടെ സ്വപ്നവല്ലി രാമനോട് വന്നിങ്ങനെ പറയുകയാണ്, നമ്മുടെ കൈലാസ് തീർത്ഥാടനത്തിന് പോയി പെട്ടെന്ന് ഉൾവിളി ഉണ്ടായി, അങ്ങനെ പോയി എന്ന് പറയുന്നു. അപ്പോൾ രാമൻ ചോദിക്കുന്ന ആര് പറഞ്ഞു? അത് മഞ്ജുമ്മ പറഞ്ഞു. മഞ്ജുമ്മ ഭയങ്കര കരച്ചിലാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇഷിത അകത്തേക്ക് വരുന്നത്. എന്താ അമ്മ, ആരാ തീർത്ഥാടനത്തിന് പോയെന്ന് പറയുന്നത്? കൈലാസാണ്. ആ കൈലാസ് പോകും, കൈലാസിൻ്റെ ആശ്രമം പൂട്ടി സീല് വെച്ചെന്ന് പറയും. അതുപോലെ അവൻ തിരുത്തിയ കള്ളങ്ങളെല്ലാം എല്ലാവരും കണ്ടുപിടിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. അപ്പോൾ സ്വപ്നവല്ലി നിന്ന് കാര്യം, നീ എന്താടി പറയുന്നത് പറഞ്ഞ് നമ്മുടെ ഇഷിതയെ തല്ലാൻ വേണ്ടി കൈയാവുമ്പോൾ രാമൻ പറയും തൊട്ട് പോരെന്ന് പറയും. അങ്ങനെ സ്വപ്നവല്ലിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന അതെല്ലാം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി കരഞ്ഞകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാമൻ പറയുകയാണ്, അവൻ എന്നെയും പറ്റിച്ചല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീട് നമ്മുടെ മാഷും പ്രിയാമണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുചിത്രയുണ്ട്. അപ്പോൾ സുചിത്ര പറയാം, കണ്ടില്ലേ അവൻ്റെ ജാതകം തിരുത്തിയത്. അപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു, നിങ്ങളെ സമ്മതിക്കണം, നിങ്ങൾ ഇത്രയും ധൈര്യശാലികളാണല്ലോ, എന്തായാലും അവൻ്റെ കള്ളത്തരമൊക്കെ പൊളിച്ചല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നവല്ലി നമ്മുടെ പ്രിയാമണി പറയും, ഇനി കല്യാണക്കാരെ എത്രയും പെട്ടെന്ന് നോക്കണം എന്ന് പറയും. അപ്പം നമ്മുടെ സുചിത്ര പറയും, ഇപ്പോൾ വേണ്ട, നമ്മളായിട്ട് അങ്ങോട്ട് പോകണ്ട, അവരായിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും. നമ്മളെന്തായാലും നാണം കെടുത്തിയതല്ലേ, നമ്മളായിട്ട് ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള രീതിയിൽ സുചിത്ര പറയുകയാണ്. അപ്പോൾ പ്രിയാമണി അറിഞ്ഞ് ആ സ്വപ്നവല്ലി ഒന്ന് കാണണം, അവരുടെ കമ്മുന്ന മുഖം എനിക്കൊന്ന് കാണണം എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ മാഷ് പറയും, അതൊന്നും വേണ്ടാന്ന് പറയും, എന്തായാലും അവർ പുറത്തിറങ്ങുമല്ലോ, അപ്പോൾ ഞാൻ കണ്ടോളാം എന്നുള്ള രീതിയിൽ പ്രിയാമണി പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ അൻസാരിദാസ് ഈ ആകാശിനെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ആകാശ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആകാശിനോട് കാര്യങ്ങളൊക്കെ അൻസാരിദാസ് പറയുകയാണ്. എന്തായാലും നീ രക്ഷപ്പെട്ടത് നന്നായി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. പിന്നീട് ഫോൺ വെച്ചതിന് ശേഷം അൻസാരിദാസിൻ്റെ മനസ്സിൽ നമ്മുടെ വിനോദിനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. വിനോദ് അയാളുടെ തലയ്ക്ക് മുകളിൽ പോയാൽ എല്ലാം തകിടം മറിയുന്ന അയാൾക്കറിയാം. അതുകൊണ്ട് വിനോദിനെ ഇല്ലാതാക്കാൻ അൻസാരി ശ്രമം തുടങ്ങിയാണ്. അങ്ങനെ വിനോദിനെ കൊല്ലുക എന്നാണ് അൻസാരിയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള പുറപ്പാടിലാണ് അവർ നീങ്ങുന്നത്. പിന്നീട് നമ്മുടെ ഇഷിത ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ചോദിക്കും. നീ ഒരു കുഞ്ഞിൻ്റെ കാര്യം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതെന്തായെന്ന് ചോദിക്കും. അപ്പോൾ പറയും അതറിഞ്ഞിട്ട് മഹേഷിന് എന്താ, ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നാൽ മാത്രം പോയല്ലോ, അപ്പം ബാക്കി ഉള്ള കാര്യം എന്ത് ചെയ്യും, കുഞ്ഞുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പം മഹേഷ് മനസ്സിൽ പറയും, ഇതൊന്നും ചോദിക്കണ്ടായിരുന്നു, ഏത് നേരത്താണ് അത് ചോദിച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇഷിത തട്ടിക്കയറുകയാണ്. പിന്നീട് നമ്മുടെ മാധവൻ്റെ വീട് കാണിക്കുന്നുണ്ട്. അപ്പം മാധവൻ്റെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ മാധവെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ. അപ്പോൾ അവർ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് നമ്മുടെ ഇഷിതയും മഹേഷിൻ്റെയും ഈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം ചർച്ച ചെയ്യുന്ന സീനാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ഇഷിത വീണ്ടും ട്രീറ്റ്മെൻറ്റ് പോകുന്നു. അപ്പോൾ കുഞ്ഞുണ്ടാകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നു. കുഞ്ഞുണ്ടാവുമെന്ന് ഡോക്ടർ പറയുകയാണ്. ഇതേസമയം മാധവൻ്റെ വീട്ടിലും ലയയെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഉള്ള തിടുക്കത്തിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിന് പറയും, ഇഷിത ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ നീ ഗർഭിണിയാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുകയാണ്. പിന്നെ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.